നമസ്കാരം. എല്ലാവർക്കും കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ കേട്ടറ്റ് കാറ്റഗറി 1ൻ്റെ EVSുമായിട്ട് ബന്ധപ്പെട്ട 30 MCQ ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. മാത്രമല്ല ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുക മാത്രമല്ല ഇതിൽ എക്സ്പ്ലനേഷൻസ് വായിച്ച് നോക്കുകയും വേണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് ഗ്യാസ് ഈസ് മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻ എർത്ത്സ് അറ്റ്മോസ്ഫിയർ? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, നൈട്രജൻ. നൈട്രജൻ മേക്സ് അപ്പ് അബൌട്ട് 78% ഓഫ് ദി എർത്ത്സ് അറ്റ്മോസ്ഫിയർ, മേക്കിംഗ് ഇറ്റ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ 78% നൈട്രജനാണ്. അതിനാൽ ഇതാണ് ഏറ്റവും കൂടുതലുള്ള വാതകം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, നൈട്രജൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം അത് നൈട്രജനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. വെൻ ഈസ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ സെലിബ്രേറ്റഡ്? ലോക പരിസ്ഥിതി ദിനം എന്ന് ആഘോഷിക്കുന്നു? ഓപ്ഷൻ എ ജൂൺ 5, ഓപ്ഷൻ ബി മാർച്ച് 22, ഓപ്ഷൻ സി ഏപ്രിൽ 22, ഓപ്ഷൻ ഡി ഒക്ടോബർ 2. ചോദ്യം ഇതാണ്, ലോക പരിസ്ഥിതി ദിനം എന്ന് ആഘോഷിക്കുന്നു. നമുക്കതിൻ്റെ ശരിയായ ഉത്തരം നോക്കാം. ഓപ്ഷൻ എ ജൂൺ 5 ആണ് ശരിയായ ഉത്തരം. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ജൂൺ 5 എവറി ഇയർ ടു റേസ് ഗ്ലോബൽ അവയർനെസ് ടു പ്രൊട്ടക്റ്റ് നേച്ചർ. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് ഈസ് ദ സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള? കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? ഓപ്ഷൻ എ പീക്കോക്ക്, മയിൽ, ഓപ്ഷൻ ബി ഗ്രേറ്റ് ഹോൺബിൽ മലമുഴക്കി വേഴാമ്പൽ, ഓപ്ഷൻ സി കിങ് ഫിഷർ പൊന്മാൻ, ഓപ്ഷൻ ഡി പാരറ്റ് തത്ത. നമുക്കിതിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി ഗ്രേറ്റ് ഹോൺബിൽ അല്ലെങ്കിൽ മലമുഴക്കി വേഴാമ്പൽ. ഗ്രേറ്റ് ഹോൺബിൽ ഈസ് ദ ഒഫീഷ്യൽ സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള, നോൺ ഫോർ ഇറ്റ്സ് ലാർജ് സൈസ് ആൻഡ് വൈബ്രൻറ്റ് പീക്ക്. വലിയ ശരീരവും ആകർഷകമായ ചുണ്ടുമുള്ള മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക സംസ്ഥാന പക്ഷി. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ മോസ്കിറ്റോസ്? താഴെ പറയുന്നവയിൽ കൊതുക് പരത്തുന്ന രോഗം ഏത്? ഓപ്ഷൻ എ കോളറ, ഓപ്ഷൻ ബി ടൈഫോയിഡ്, ഓപ്ഷൻ സി ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ഡെങ്കിപ്പനി, ഓപ്ഷൻ ഡി ട്യൂബർക്യുലോസിസ് അല്ലെങ്കിൽ ക്ഷയം. ഇവയിൽ ഏതാണ് കൊതുക് പരത്തുന്ന രോഗം എന്നാണ് ചോദ്യം. നമുക്കിതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ഡെങ്കിപ്പനി. ഡെങ്കു ഈസ് എ വൈറൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻസ് ത്രൂ ദ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ഈഡിസ് മോസ്കിറ്റോസ്. അതായത് രോഗബാധിതരായ ഈഡിസ് കൊതുകുകളുടെ കടിയിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറൽ രോഗമാണ് ഡെങ്കിപ്പനി. നമ്മളിതിനെപ്പറ്റി വളരെയധികം അവെയറാണ്. ഡെങ്കിപ്പനി എങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ഡെങ്കിപ്പനി. ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് ഈസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ പ്ലാന്റ്സ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന സസ്യങ്ങളിലെ പച്ച നിറത്തിന് കാരണമായ വസ്തു ഏത്? നമുക്കറിയാലോ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്താണെന്ന്. ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ, ഓപ്ഷൻ ബി ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം, ഓപ്ഷൻ സി കരോട്ടിൻ, ഓപ്ഷൻ ഡി മെലാനിൻ. ശരിയായ ഉത്തരം നമുക്ക് ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകമാണ് ശരിയായ ഉത്തരം. സസ്യങ്ങൾക്ക് ആഹാരം പാകം ചെയ്യാനായി സൂര്യപ്രകാശത്തെ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഇലകളിലെ പച്ച നിറമുള്ള വസ്തുവാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് ന്യൂട്രിയൻറ്റ് ഈസ് നോൺ ആസ് ബോഡി ബിൽഡിംഗ് ഫുഡ്? ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആഹാരം അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്നറിയപ്പെടുന്ന പോഷകം ഏത്?
ഓപ്ഷൻ എ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ അന്നജം, ഓപ്ഷൻ ബി വൈറ്റമിൻസ് ജീവകങ്ങൾ, ഓപ്ഷൻ സി പ്രോട്ടീൻസ് മാംസ്യം, ഓപ്ഷൻ ഡി ഫാറ്റ്സ് കൊഴുപ്പ്. നമുക്കിതിൻ്റെ ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി പ്രോട്ടീൻസ് അല്ലെങ്കിൽ മാംസ്യം. പ്രോട്ടീൻസ് ഹെൽപ്പ് ഇൻ ദ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് അവർ ബോഡി ടിഷ്യൂസ്. ഈ നമ്മുടെ ബോഡി ടിഷ്യൂസിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനും മാംസ്യമാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി പ്രോട്ടീൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് അബ്സോർബ്സ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ? മണ്ണിൽ നിന്ന് വെള്ളവും ലവണങ്ങളും വലിച്ചെടുക്കുന്ന സസ്യഭാഗം ഏത്? ഓപ്ഷൻ എ ലീഫ് ഇല, ഓപ്ഷൻ ബി സ്റ്റെം തണ്ട്, ഓപ്ഷൻ സി റൂട്ട് വേര്, ഓപ്ഷൻ ഡി ഫ്ലവർ പൂവ്. നമുക്കിതിൻ്റെ ശരിയായ ഉത്തരം നോക്കാം. ഓപ്ഷൻ സി റൂട്ട് അല്ലെങ്കിൽ വേര്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ റൂട്ട്സ് ആങ്കർ ദ പ്ലാന്റ് ആൻഡ് അബ്സോർബ് എസെൻഷ്യൽ വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. വേരുകൾ സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുകയും ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ റൂട്ടാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി റൂട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8. The process by which plants make their own food is called dash. സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഓപ്ഷൻ എ റെസ്പിറേഷൻ ശ്വസനം, ഓപ്ഷൻ ബി ഡൈജഷൻ ദഹനം, ഓപ്ഷൻ സി ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം, ഓപ്ഷൻ ഡി ട്രാൻസ്പിറേഷൻ സ്വേദനം. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. സൂര്യപ്രകാശം, ജലം, കാർബൺ ഡയോക്സൈഡ് എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. പ്ലാന്റ്സ് യൂസ് സൺലൈറ്റ്, വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ടു ക്രിയേറ്റ് ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി കോസസ് വിച്ച് ഡിസീസ്? ജീവകം സി അല്ലെങ്കിൽ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ എ റിക്കറ്റ്സ് കണ, ഓപ്ഷൻ ബി സ്കർവി, ഓപ്ഷൻ സി ബെറിബെറി, ഓപ്ഷൻ ഡി നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്കർവി എന്ന് പറയും. മോണകളിൽ നിന്ന് രക്തം വരാൻ കാരണമാകുന്ന സ്കർവി എന്ന രോഗം ജീവകം സിയുടെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. നാരങ്ങ വർഗ്ഗത്തിൽപ്പെട്ട പഴങ്ങൾ കഴിക്കുന്നത് ഇതിനെ തടയുന്നു. അതായത് നമ്മുടെ വായിലെ മോണകളിൽ നിന്ന് രക്തം വരാൻ കാരണമാകുന്ന രോഗമാണ് സ്കർവി. ഇത് പ്രധാനമായിട്ടും ജീവകം സിയുടെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ജീവകം സി എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി. നാരങ്ങ വർഗ്ഗത്തിൽപ്പെട്ട പഴങ്ങൾ കഴിക്കുന്നത് ഇതിന് നല്ലൊരു പരിഹാരമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഡസ് പ്യുവർ വാട്ടർ ബോയിൽ? ശുദ്ധജലം തിളയ്ക്കുന്ന താപനില എത്രയാണ്? ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 50 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 100 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി 200 ഡിഗ്രി സെൽഷ്യസ്. അതായത് വെള്ളം തിളയ്ക്കുന്ന താപനില എത്രയാണെന്നാണ് ചോദ്യം. നമുക്കിതിൻ്റെ ശരിയുത്തരം നോക്കാം. ഓപ്ഷൻ സി 100 ഡിഗ്രി സെൽഷ്യസ്. സമുദ്രനിരപ്പിൽ ശുദ്ധജലം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുകയും നീരാവിയായി മാറുകയും ചെയ്യുന്നു. അതായത് ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, 100 ഡിഗ്രി സെൽഷ്യസ്. ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി? താഴെ പറയുന്നവയിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ് ഏത്? അതായത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കോൾ കൽക്കരി, ഓപ്ഷൻ ബി പെട്രോളിയം, ഓപ്ഷൻ സി സോളാർ എനർജി സൗരോർജം, ഓപ്ഷൻ ഡി നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ പ്രകൃതിവാതകം. ഇതിൽ ശരിയായ ഉത്തരം എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ സി സോളാർ എനർജി സൗരോർജമാണ് ഒരു റിന്യൂവബിൾ എനർജിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ഒരിക്കലും അവസാനിക്കുന്നതും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ്. സോളാർ എനർജി കംസ് ഫ്രം ദ സൺ ആൻഡ് ഈസ് കണ്ടിന്യൂസ്ലി റിപ്ലനിഷ്ഡ് അൺലൈക്ക് ഫോസിൽ ഫ്യൂവൽസ്. സോളാർ എനർജി ഒരിക്കലും അവസാനിക്കുന്നില്ല, നമുക്കത് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് ഓർഗൻ പമ്പ്സ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്ന അവയവം ഏത്? ഓപ്ഷൻ എ ബ്രെയിൻ തലച്ചോറ്, ഓപ്ഷൻ ബി ലങ്സ് ശ്വാസകോശം, ഓപ്ഷൻ സി ലിവർ കരൾ, ഓപ്ഷൻ ഡി ഹാർട്ട് ഹൃദയം. നമുക്കിതിൻ്റെ ശരിയായ ഉത്തരം നോക്കാം. നമുക്കിത് അറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ശരി ഉത്തരം നോക്കിയേക്കാം. ഓപ്ഷൻ ഡി ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം.
നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുന്ന പേശി നിർമ്മിതമായ അവയവമാണ് ഹൃദയം. ഹാർട്ട് ഈസ് എ മസ്കുലർ ഓർഗൻ ദാറ്റ് പമ്പ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ഓൾ ബോഡി പാർട്സ്. അപ്പോൾ ഉത്തരം സി ആണ്, ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം. ക്വസ്റ്റ്യൻ നമ്പർ 13. വിച്ച് ഗ്യാസ് ഡു ഹ്യൂമൻസ് റിലീസ് ഇൻ ടു ദ എയർ വൈൽ എക്സൈലിംഗ്? മനുഷ്യർ ഉച്ഛ്വാസവായുവിലൂടെ പുറത്തേക്ക് വിടുന്ന വാതകം ഏത്? അതായത് നമ്മൾ ശ്വസനത്തിന് ശേഷം പുറത്തേക്ക് വിടുന്ന വായു ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ഹീലിയം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമുക്കെല്ലാവർക്കും ഇത് ഉത്തരം ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് നമുക്കിതിന് ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. ഞാൻ പറഞ്ഞിരുന്നു വളരെ സിമ്പിളായിരിക്കുമെന്ന്. മനുഷ്യർ ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എനിക്ക് പോലും ഇത് തെറ്റിക്കാൻ പാടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ കേരള? കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏത്? ഇത് വളരെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ്. 44 നദികളെ പറ്റി, കായലുകളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളായിരിക്കും. ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓപ്ഷൻ എ ഭാരതപ്പുഴ, ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി പെരിയാർ, ഓപ്ഷൻ ഡി ചാലിയാർ. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി പെരിയാർ ആണ്. പലപ്പോഴും തെറ്റിക്കുന്നത് ഭാരതപ്പുഴ എന്ന് ഓപ്ഷൻ വരുമ്പം അതിലേക്ക് ഒന്ന് കറുപ്പിക്കാനും പലർക്കും തോന്നാറുണ്ട്. പക്ഷെ ഒരിക്കലുമല്ല. കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദി അത് പെരിയാറാണ്. ഓപ്ഷൻ സി പെരിയാർ. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. പെരിയാർ ഇസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ കേരള വിത്ത് എ ലെങ്ത് ഓഫ് അബൌട്ട് 244 കിലോമീറ്റർ. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് ഏറ്റവും വലിയ നദി. ക്വസ്റ്റ്യൻ നമ്പർ 15. എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഫോമിംഗ് എ റെക്കഗ്നൈസബിൾ പാറ്റേൺ ഈസ് കോൾഡ് എ ഡാഷ്. ആകാശത്ത് ഒരു പ്രത്യേക രൂപത്തിൽ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടം അറിയപ്പെടുന്നത് എന്ത്? ഇതും നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നക്ഷത്രക്കൂട്ടങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്നൊക്കെ. നമുക്കതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗാലക്സി, ഓപ്ഷൻ ബി സോളാർ സിസ്റ്റം സൗരയൂഥം, ഓപ്ഷൻ സി കോൺസ്റ്റലേഷൻ നക്ഷത്ര സമൂഹം, ഓപ്ഷൻ ഡി ആസ്റ്ററോയിഡ് ചിഹ്നഗ്രഹം. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ സി കോൺസ്റ്റലേഷനാണ് ശരിയായ ഉത്തരം. നക്ഷത്ര സമൂഹം അല്ലെങ്കിൽ താരാഗണം എന്നൊക്കെ പറയും. കോൺസ്റ്റലേഷൻസ് ആർ പാറ്റേൺസ് ഓഫ് സ്റ്റാർസ് ഇൻ ദ സ്കൈ ലൈക്ക് ഓറിയോൺ ഓർ ഉർസ മേജർ. രാത്രി ആകാശത്ത് ഒരു പ്രത്യേക രൂപത്തിൽ കാണപ്പെടുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് താരാഗണം അഥവാ നക്ഷത്ര സമൂഹം. അതിൽ എക്സാമ്പിളാണ് ഒറയോൺ അല്ലെങ്കിൽ ഉർസ മേജർ എന്നൊക്കെ അറിയപ്പെടുന്ന വേട്ടക്കാരൻ നക്ഷത്രക്കൂട്ടമൊക്കെ അതിന് എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ? മനുഷ്യ ശരീരത്തിലെ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഇതും വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. സിമ്പിളാണെന്ന് കരുതി ഒരിക്കലും പഠിക്കാതിരിക്കരുത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കരുത്. ചിലപ്പോൾ ഇതുപോലും നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ എ ബാരോമീറ്റർ, ഓപ്ഷൻ ബി തെർമോമീറ്റർ, ഓപ്ഷൻ സി ലാക്ടോമീറ്റർ, ഓപ്ഷൻ ഡി സ്റ്റെതസ്കോപ്പ്. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തെർമോമീറ്റർ ആണ്. മനുഷ്യ ശരീരത്തിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ഓപ്ഷൻ ബി തെർമോമീറ്റർ ആണ് ശരിയായ ഉത്തരം. ഇതിൽ ബാരോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് കാറ്റിൻ്റെ ഗതി അറിയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ലാക്ടോമീറ്റർ പാലിൻ്റെ സാന്ദ്രത അളക്കാൻ വേണ്ടി, സ്റ്റെതസ്കോപ്പ് ഹൃദയമിടിപ്പ് അറിയാൻ വേണ്ടി. ഇതുകൂടി മനസ്സിൽ ഇരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 17. വിച്ച് ആനിമൽ ഈസ് നോൺ ആസ് ദ ഷിപ്പ് ഓഫ് ദ ഡെസർട്ട്? മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏത്? ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഏത് മൃഗമാണ് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഹോഴ്സ് കുതിര, ഓപ്ഷൻ ബി എലിഫൻറ്റ് ആന, ഓപ്ഷൻ സി ക്യാമൽ ഒട്ടകം, ഓപ്ഷൻ ഡി ഡോങ്കി കഴുത. ശരിയായ ഉത്തരം നമുക്കറിയാം. ഓപ്ഷൻ സി ക്യാമൽ ഒട്ടകമാണ്.
Camels are adapted to survive in harsh desert conditions without water for many days. മരുഭൂമിയിലെ കനത്ത ചൂടിൽ പോലും വെള്ളം പോലുമില്ലാതെ കുടിക്കാതെ ഒരുപാട് ദിവസം കഴിയാൻ ആർക്ക് കഴിയും? ഒട്ടകത്തിന് കഴിയും. അതുകൊണ്ടാണ് അതിനെ ഒട്ടകത്തെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റൂട്ട് വെജിറ്റബിൾ? വേര് ഭക്ഷണമാക്കുന്ന സസ്യത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ്, ഓപ്ഷൻ ബി ഒനിയൻ സവാള, ഓപ്ഷൻ സി ക്യാരറ്റ്, ഓപ്ഷൻ ഡി ടൊമാറ്റോ തക്കാളി. അപ്പോൾ നമ്മൾ ഈ സസ്യത്തിൻ്റെ വേരാണ് നമ്മൾ ആഹാരമായിട്ട് കഴിക്കുന്നത്. അതേതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ക്യാരറ്റാണ്. സസ്യങ്ങൾ അവയുടെ ആഹാരം സംഭരിച്ചു വെക്കുന്ന പ്രധാന വേരുകളാണ് ക്യാരറ്റുകൾ. ഇത് നാം പച്ചക്കറി ഉപയോഗിക്കുന്നു. ഉരുളക്കിഴങ്ങ് ഒരു ഭൂകാണ്ഡമാണ്. തമ്മിൽ വ്യത്യാസമുണ്ട്. ക്യാരറ്റ് റൂട്ടാണ്, ഉരുളക്കിഴങ്ങ് ഒരു ഭൂകാണ്ഡമാണ്, സ്റ്റെമ്മാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റാണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് ഈസ് ദ സ്റ്റേറ്റ് ട്രീ ഓഫ് കേരള? കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം ഏത്? ഓപ്ഷൻ എ ജാക്ക് ഫ്രൂട്ട് ട്രീ പ്ലാവ്, ഓപ്ഷൻ ബി കോക്കനട്ട് ട്രീ തെങ്ങ്, ഓപ്ഷൻ സി മാംഗോ ട്രീ മാവ്, ഓപ്ഷൻ ഡി ബനിയൻ ട്രീ ആൽമരം. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കോക്കനട്ട് ട്രീ തെങ്ങാണ്. കേരളത്തിൻ്റെ സംസ്കാരവും സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഏറെ ബന്ധമുള്ള തെങ്ങാണ് നമ്മുടെ സംസ്ഥാന വൃക്ഷം. അപ്പോൾ ഓപ്ഷൻ ബി തെങ്ങ്, സംസ്ഥാന വൃക്ഷം തെങ്ങാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. വാട്ട് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് കോൾഡ്? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി അറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻ എ കോർ കാമ്പ്, ഓപ്ഷൻ ബി മാൻറ്റിൽ, ഓപ്ഷൻ സി ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവലക്കം, ഓപ്ഷൻ ഡി മാഗ്മ. അതായത് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി അറിയപ്പെടുന്ന പേര് എന്താണ്? ഓപ്ഷൻ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ആൻസർ കാണാം. ഓപ്ഷൻ സി ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവലക്കം. The crust is the hard, solid, outermost shell of the earth where we live. നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള കട്ടിയുള്ള പാളിയാണ് ഭൂവലക്കം, ക്രസ്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ക്രസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 21. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള? സൈലന്റ് വാലി ദേശീയോദ്യാനം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി പത്തനംതിട്ട. ഈ 4 ജില്ലകളിലും നല്ല രീതിയിൽ വനപ്രദേശമുള്ളതാണ്, അതുകൊണ്ട് മാറിപ്പോകരുത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പാലക്കാടാണ്. സൈലന്റ് വാലി ഈസ് എ ഫേമസ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ലൊക്കേറ്റഡ് ഇൻ ദ നീലഗിരി ഹിൽസ് ഓഫ് പാലക്കാട് ഡിസ്ട്രിക്ട്. പാലക്കാട് ജില്ലയിലെ നീലഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയുടെ ഏറ്റവും പ്രത്യേകത ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സിംഹവാലൻ കുരങ്ങുകളെ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ പാലക്കാടാണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 22. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സെൻസ് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏത്? നമ്മളിത് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, വളരെ സിമ്പിളാണ്. ഓപ്ഷൻ എ ഐസ് കണ്ണ്, ഓപ്ഷൻ ബി ഇയേഴ്സ് ചെവി, ഓപ്ഷൻ സി ടങ് നാവ്, ഓപ്ഷൻ ഡി സ്കിൻ ചർമ്മം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സ്കിൻ, ചർമ്മം, തൊലി എന്നൊക്കെ പറയും. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. നമ്മുടെ ബോഡി മുഴുവൻ ആവരണം ചെയ്തിരിക്കുന്ന ചർമ്മമാണ് സ്പർശനം, താപനില എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ സെൻസ് ഓർഗൻ. അപ്പോൾ ഓപ്ഷൻ ഡി സ്കിൻ ആണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 23. വിച്ച് ഈസ് ദ ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഇൻ ദ വേൾഡ്? ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനം ഏത്? ഓപ്ഷൻ എ കിയോലാഡിയോ, ഓപ്ഷൻ ബി കേബിൾ ലംജാവോ, ഓപ്ഷൻ സി കാസിരംഗ, ഓപ്ഷൻ ഡി സുന്ദർബാൻസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കേബിൾ ലംജാവോ. കേബിൾ ലംജാവോ ആണ് ലോകത്തിലെ ഏക ഒഴുകുന്ന ഉദ്യാനം എന്നറിയപ്പെടുന്നത്. മണിപ്പൂരിലെ ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന കേബിൾ ലംജാവോ ആണ് ലോകത്തിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനം.
Question number 24. Which of the following creatures breathes through its skin? താഴെ പറയുന്നവയിൽ ചർമ്മത്തിലൂടെ ശ്വസിക്കുന്ന ജീവി ഏത്? ഓപ്ഷൻ എ ഫിഷ് മത്സ്യം, ഓപ്ഷൻ ബി സ്നേക്ക് പാമ്പ്, ഓപ്ഷൻ സി എർത്ത് മണ്ണിര, ഓപ്ഷൻ ഡി കോക്രോച്ച് പാറ്റ. ഇതും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമുക്കെല്ലാവർക്കും ഇതിന് ഉത്തരം പറയാൻ കഴിയുന്നതായിരിക്കും. നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. ഓപ്ഷൻ സി മണ്ണിര എർത്ത് സ്വന്തം ചർമ്മത്തിലൂടെ ശ്വസിക്കുന്നത്. മണ്ണിരകൾക്ക് ശ്വാസകോശമില്ല. അവ തങ്ങളുടെ ഈർപ്പമുള്ള ചർമ്മത്തിലൂടെയാണ് നേരിട്ട് ഓക്സിജൻ വലിച്ചെടുക്കുന്നതും ശ്വസിക്കുന്നതും. Earthworms do not have lungs. They absorb oxygen and release carbon dioxide directly through their moist skin. ഓപ്ഷൻ സി earthworm ആണ് ശരി ഉത്തരം. Question number 25. Which gas is essential for burning, combustion? വസ്തുക്കൾ കത്തുന്നതിന് അല്ലെങ്കിൽ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ആർഗൺ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ഓക്സിജൻ. ഓക്സിജൻ സപ്പോർട്ട്സ് കമ്പഷൻ. വിത്തൗട്ട് ഓക്സിജൻ ഫയർ കനോട്ട് ബേൺ. വസ്തുക്കൾ കത്തുന്നതിന് ഓക്സിജൻ അത്യാവശ്യമാണ്. ഓക്സിജൻ ഇല്ലാതെ തീ കത്തുകയില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഓക്സിജൻ. ക്വസ്റ്റ്യൻ നമ്പർ 26. വെൻ ഈസ് വേൾഡ് വാട്ടർ ഡേ ഒബ്സർവ്ഡ്? ലോക ജലദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ മാർച്ച് 22, ഓപ്ഷൻ ബി ഏപ്രിൽ 22, ഓപ്ഷൻ സി മെയ് 22, ഓപ്ഷൻ ഡി ജൂൺ 22. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മാർച്ച് 22. വേൾഡ് വാട്ടർ ഡേ ഈസ് ഹെൽഡ് ആനുവലി ഓൺ മാർച്ച് 22 ടു ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രഷ് വാട്ടർ. ശുദ്ധജലത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നു. ഇനിയൊരു വേൾഡ് വാർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ജലത്തിന് വേണ്ടിയായിരിക്കുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ജലം വളരെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സുരക്ഷിതമായി ഉപയോഗിക്കുക, ജലം സംരക്ഷിക്കുക. അപ്പോൾ മാർച്ച് 22 ശരി ഉത്തരം ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 27. ഡെഫിഷ്യൻസി ഓഫ് അയൺ ഇൻ ദ ഹ്യൂമൻ ബോഡി കോസസ് ഡാഷ്. നമ്മുടെ ബോഡിയിൽ ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം എന്ത്? ഓപ്ഷൻ എ ഗോയിറ്റർ, ഓപ്ഷൻ ബി അനീമിയ വിളർച്ച, അനീമിയ എന്നൊക്കെ പറയും, ഓപ്ഷൻ സി ഡയബറ്റീസ് പ്രമേഹം, ഓപ്ഷൻ ഡി മലേറിയ അല്ലെങ്കിൽ മലമ്പനി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അനീമിയ വിളർച്ച എന്ന് പറയും. രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഉണ്ടാകാൻ ഇരുമ്പ് ആവശ്യമാണ്. ഇതിൻ്റെ കുറവ് ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയാനും അതുവഴി വിളർച്ചയ്ക്കും കാരണമാകുന്നു. അയൺ ഈസ് നെസസറി ടു പ്രൊഡ്യൂസ് ഹീമോഗ്ലോബിൻ. ഇറ്റ്സ് ഡെഫിഷ്യൻസി ലീഡ്സ് ടു ലോ റെഡ് ബ്ലഡ് സെൽ കൗണ്ട് കോൾഡ് അനീമിയ. രക്തത്തിൽ ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയുന്ന രോഗത്തെയാണ് നമ്മൾ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 28. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ വൈറ്റ് റെവല്യൂഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ എം എസ് സ്വാമിനാഥൻ, ഓപ്ഷൻ ബി വർഗീസ് കുര്യൻ, ഓപ്ഷൻ ഡി സി APJ അബ്ദുൽ കലാം, ഓപ്ഷൻ ഡി സാലിം അലി. ധവള വിപ്ലവം എന്ന് പറയുമ്പോൾ പാലുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കതിൻ്റെ ശരിയായ ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി വർഗീസ് കുര്യൻ. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമാക്കി മാറ്റിയ ഓപ്പറേഷൻ ഫ്ലഡിന് നേതൃത്വം നൽകിയത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇതിനെയാണ് നമ്മൾ ധവള വിപ്ലവം എന്ന് പറയുന്നത്. Dr. Varghese Kurian led Operation Flood, which transformed India into the world's largest milk producer. So option B, ശരി ഉത്തരം ഓപ്ഷൻ ബി വർഗീസ് കുര്യൻ. Question number 29. Which of the following is a waterborne disease? താഴെ പറയുന്നവയിൽ മലിനജലത്തിലൂടെ പകരുന്ന രോഗം ഏത്? ഓപ്ഷൻ എ മലേറിയ മലമ്പനി, ഓപ്ഷൻ ബി കോളറ, ഓപ്ഷൻ സി റാബീസ് പേവിഷബാധ, ഓപ്ഷൻ ഡി ടെറ്റനസ്. അതായത് മലിനജലവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കോളറ. പ്രധാനമായും മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പടരുന്ന ഒരു കുടൽ രോഗമാണ് കോളറ. ഇത് പിടിപെട്ടാൽ നമുക്ക് വാട്ടർ ലോസ് ഉണ്ടാകും, മാത്രമല്ല ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കോളറയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. വിച്ച് ഈസ് ദ നിയറസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്? ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? ഇതും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ സിറിയസ്,
ഓപ്ഷൻ ബി പ്രോക്സിമ സെന്റോറി, ഓപ്ഷൻ സി സൺ അല്ലെങ്കിൽ സൂര്യൻ, ഓപ്ഷൻ ഡി പോളാർ സ്റ്റാർ അല്ലെങ്കിൽ ധ്രുവ നക്ഷത്രം. ശരിയായ ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ സിമ്പിളാണ്. ഓപ്ഷൻ സി സണ്ണാണ് ശരിയായ ഉത്തരം. നമ്മുടെ സൗരയൂഥത്തിൻ്റെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രവും ഇത് തന്നെ. The sun is a star and is located at the center of our solar system, making the closest star to the earth. നമ്മുടെ ഊർജത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ് സൂര്യൻ. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി സൺ. നമ്മൾ ഈ വീഡിയോയിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് 30ഓളം MCQ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സയൻസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.